ഹലോ ഗൈസ്, നമുക്ക് രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് ഒരു സൺറൈസ് കാണാനായിട്ട് പോയാലോ? വിളക്കുമരം പാലത്തല്ല കേട്ടോ നമ്മളിന്ന് സൺറൈസ് കാണാൻ പോകുന്നത്. നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ ഉറക്കം എഴുന്നേക്കണതിന് മുന്നേ ഞങ്ങൾ പോയി. ഈ വിളക്കുമരം പാലം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അങ്ങോട്ടേക്ക്. ഞങ്ങൾ ആദ്യം നടന്നു പോകാമെന്നാണ് വിചാരിച്ചേ, പിന്നെ ഓർത്ത് സൈക്കിളിന് പോകാമെന്ന്. ഈ പാലം വന്നിട്ട് അധികം നാളായിട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ രാവിലെയൊക്കെ തിരക്കും കുറവായിരിക്കും. ഈ പാലം 3 കരകളെ ബന്ധിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ പാലത്തിൻ്റെ ഹൈലൈറ്റ്. കായലിൻ്റെ പൊക്കത്തുകൂടെ സൂര്യൻ ലഡു പോലെ പൊങ്ങി വരുന്നത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. പക്ഷെ ഞങ്ങൾ പോയ സമയം കുറച്ചുകൂടെ ലേറ്റായിപ്പോയി, അതുകൊണ്ട് ലഡു പോലത്തെ സൂര്യനെ കാണാൻ പറ്റിയില്ല. രാവിലെ സമയമായതുകൊണ്ട് തന്നെ കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സൈക്കിളെ ഓട്ടി ആ ക്ഷീണം അറിയത്തില്ല. ഈ പാലത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇവിടെ നിന്നിട്ടുണ്ട് നമുക്ക് സൺറൈസും കാണാൻ പറ്റും, സൺസെറ്റും കാണാൻ പറ്റും. ഈ പാലം വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള ആൾക്കാർക്ക് ചേർത്തലയിൽ പോകണമെങ്കിൽ ഒത്തിരി ദൂരം പോകണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രാവൽ കുറച്ചുകൂടി ഈസിയായി. 10 മിനിറ്റ് ചേർത്തലയിലെത്താം ഇവിടെ നിന്ന്. ഞാനാണെങ്കിൽ കോഴ്സ് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. ട്രിപ്പായിട്ടെങ്ങും പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ, ഒരു സൺറൈസൊക്കെ പോയി കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്, ഒട്ടും പ്ലാൻ ചെയ്യാതെ. പക്ഷെ അതെന്തായാലും നന്നായി. നിങ്ങൾ ഇതുപോലെ രാവിലെ വരുവാണെങ്കിൽ വള്ളക്കാരെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ നിന്നിരുന്നത് വിളക്കുമരത്താണ്. അതാണ് ആറിൻ്റെ കുറുകെയുള്ള പാലം. ഇനി നമ്മൾ പോകുന്നത് നെടുമ്പ്രക്കാടേക്കാണ്. അത് കായലിൻ്റെ കുറുകെയാണ് ആ പാലം പോകുന്നത്. പക്ഷേ ഒറ്റ പാലമാണ് ആറിനെയും കായലിനെയും കണക്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാണുന്നതാണ് കായലിലത്തെ സൺറൈസ്. ഇത്രയും നേരം നമ്മൾ ആറ്റിലെ സൺറൈസ് ആയിരുന്നു കണ്ടത്. കായലിൽ ഉപ്പാവാൻ തുടങ്ങിയത് കൊണ്ടാണ് പായലൊക്കെ കരിഞ്ഞു തുടങ്ങിയത്. ഇല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പായൽ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ഇവിടെ നടക്കാനും സൈക്ലിങ്ങിനൊക്കെ ആയിട്ട് എപ്പോഴും ആളുകൾ വരാറുണ്ട്. ഇവിടെ വരുവാണെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ 2 സൺറൈസ് കാണാൻ പറ്റും. അതായത് ഒരെണ്ണം കായലിലത്തെ സൺറൈസും ഒരെണ്ണം ആറ്റിലത്തെ സൺറൈസും. എനിക്ക് കണ്ടിട്ട് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് കായലിലത്തെ സൺറൈസാണ് കേട്ടോ, ആറ്റിലത്തെ സൺറൈസിനേക്കാളും. പിന്നെ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് ബേർഡ്സിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ പറന്നു പോകുന്നത് കറുത്ത കൊക്കാണേ. ഇതല്ലാതെ നമുക്ക് വേറെ വെള്ളക്കൊക്കിനെയും പൊന്മാനെയും അതുപോലെ തന്നെ നീർക്കാക്കേനെയും ഒക്കെ ഇവിടെ കാണാൻ പറ്റുമേ. തിരിച്ചു പോകുന്നതിന് മുന്നേ ഫ്രഷ് ആയിട്ട് ഒരു ചായയും കൂടി കുടിച്ചു. ആർക്കെങ്കിലും ഇതുപോലൊരു സൺറൈസ് കാണാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ സ്പോട്ട് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ സൺറൈസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് വെയിലിന് കുറച്ച് ചൂട് കൂടിയപ്പോഴത്തേക്കും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണേ. ഈ മതിലിനകത്തുള്ളത് ഒരു പഴയ ഫാക്ടറിയാണ്. മണലിസ്റ്റിക് ഉണ്ടാക്കുന്ന ഫാക്ടറി ആയിരുന്നു. പക്ഷെ ആ ഫാക്ടറി ഒന്നും ഇപ്പോൾ ഓപ്പൺ അല്ല. അങ്ങനെ അതിപ്പം കാട് പിടിച്ച് ആകെ നശിച്ചു പോയി. ഓക്കെ ഗായ്സ്, അപ്പം ഞാൻ വീടെത്താറായി, പിന്നെ കാണാം.